ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ 40 കളി വന്നിട്ട്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് നിന്നപ്പോൾ ഇക്കും കൂടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാനും പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഇതേ കുഞ്ഞിനെ റെഡിയാക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനെ ഭൂമി കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളിച്ചെല്ലാം കഴിഞ്ഞത് റെഡിയാവാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞ് ഷർട്ടും ട്രൗസറുമാണ് അവൻ്റെ മാമാടെ വകയായിരുന്നു കേട്ടോ. 40 ഡ്രസ്സ് വന്നിട്ട് അങ്ങനെ അതെല്ലാം ഇടിയിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണെഴുതാന്നുള്ള പരിപാടിയാണ് കേട്ടോ. കുഞ്ഞാണെങ്കിൽ ഇന്ന് ഉറങ്ങണം തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ കുളിപ്പിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകലാണ് കേട്ടോ പതിവ്. ഇന്നാണെങ്കിൽ തീരെ ഉറങ്ങണുണ്ടായിരുന്നില്ല. ഒരു കണക്കിന് ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നത്. അവനിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണെല്ലാം എഴുതി ഇതേ കയ്യിലോട്ട് എടുത്തപ്പോഴത്തേക്കും ഉറങ്ങിപ്പോവായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം തൊട്ടിയിലൊക്കെ കിടത്തി ഉറക്കിയിട്ടാണ് ബാക്കി പരിപാടിയിലോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പരിപാടിയായിട്ടോ ചടങ്ങായിട്ടോ ഒന്നും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നോർമൽ ഡേ പോലെ തന്നെ കുളിച്ച് കയറാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കേക്കും കൂടെ കട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എമിക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കുഞ്ഞിന് 40 കളിക്ക് വേണ്ടിയിട്ട് ഒരു അരഞ്ഞാണം കഴിച്ചതിന് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇടിപ്പിക്കുക, കേക്ക് കട്ട് ചെയ്യുക, അത്രയും മാത്രമേ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ചടങ്ങ് വന്നിട്ട്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മേടിച്ച അരഞ്ഞാണം ഇന്ന് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇക്കുവാണ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. ആ ടൈമിൽ കാലൊന്ന് പൊക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാനവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത ടൈമിൽ അവൻ ജസ്റ്റ് ഒന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ അരഞ്ഞാണത്തിൻ്റെ ഒരു തണുപ്പ് തട്ടിയിട്ടാട്ടെ എന്ന് തോന്നുന്നുണ്ട് അവൻ എണീച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ഈക്കുവിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്ലോഡ് ചെയ്യുവാണ്. നമ്മൾ ചടങ്ങായിട്ടോ പരിപാടിയായിട്ടോ നടത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നോർമൽ ഡേ പോലെ തന്നെ ആയിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മൾ മേടിച്ച സാധനങ്ങൾ ജസ്റ്റ് ഇടിയിപ്പിക്കുക, കേക്ക് മുറിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പരിപാടിയായിട്ടൊന്നും നടത്താനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇട്ടതിന് ശേഷം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരും കേട്ടോ. കാര്യം ലോക്ക് ആവണമല്ലോ. അതേപോലെ കുഞ്ഞിന് ഇറിറ്റേഷൻ ആവാത്ത രീതിയിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല, ആരും ഇല്ലാതെ തന്നെ നമ്മുടെ 40 കളി കഴിഞ്ഞു കേട്ടോ. എമ്മിയാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്. ആളിതൊന്നും അറിഞ്ഞിട്ടില്ല. ആ കുളിപ്പിച്ച് കണ്ണെഴുതിപ്പിച്ച പാടെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കമാണ്. ആ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവനിതൊന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തില്ല. ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ പരിപാടി അങ്ങനെ സ്മൂത്തായിട്ട് നടന്നു പോയിട്ടോ. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആഡംബരങ്ങളോ ഒരുപാട് ആഘോഷങ്ങളോ ഒന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ ഒരു 40 കളി നടത്താമെന്നുള്ള രീതി. എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. സൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ടൈം നല്ല ഉച്ചയായതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നത്. വെയിലൊന്നും ആറി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ആ ടൈമിൽ എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് ഉമ്മയാണ് കേട്ടോ അവനെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിക്കണേ ഉണ്ടായിരുന്നുള്ളൂ. എണീച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കരച്ചിലോ ബഹളങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് കുഴപ്പമില്ലാതെ ഉമ്മയുടെ കയ്യിലിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ടാണ് കേട്ടോ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും വെയിലെല്ലാം ആറിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫോൺ അവിടെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഫാമിലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അകത്തോട്ട് കയറിയിട്ടോ. ഇരുട്ടായപ്പോഴത്തേക്കും വെട്ടമൊക്കെ പോയി. ഇനി പുറത്ത് നിന്നിട്ട് കാര്യമില്ല, ഫോട്ടോസൊന്നും നല്ല ക്ലിയറിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറി കുഞ്ഞിനെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടോ. ചൂടായി തുടങ്ങി. അവന് ആ ഷർട്ടെല്ലാം മാറ്റി വേറൊരു ഉടുപ്പ് ഇടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ 40 കളി വിശേഷം വന്നിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.